വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടെല്ലാം പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരം കൊണ്ടും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോദികളായ പില്യമുല്ലോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തമായ ആത്മാവുമാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആധുനിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥായി വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും ഈ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ ദൈവത്തെ തുല്യ അവകാശികളിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള സംഘടനയാണ്. 3-ാം ദിവസം ഗലീലയുടെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നുപോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പറ്റാതെ പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യേ. യഹൂദരുടെ ശുദ്ധീകരണ ഘട്ടത്തിലൂടെ വെള്ളം നിറയ്ക്കുന്ന 6 കടൽക്കാരനുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിലോരോന്നിന് 2-3 ആളം കൊണ്ടുമായിരുന്നു. ഭരണകളിൽ വെള്ളം നിറയ്ക്കുന്നു എന്ന് യേശു കൽപ്പിച്ചു. അവർ അവയെല്ലാം 10ഓളം നിറച്ചു. ഈ പകർന്ന് കടവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കടവറക്കാരൻ വിജായി മാറിയ വെള്ളത്തിൽ കുതിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും അടുത്തറിഞ്ഞ് ആറ്റിൻകളം വന്നു. അടിച്ചുകൾ നഗരം പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല കഴിഞ്ഞ് ഇരുവരെയും പിടിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ ചെയ്ത ഈ അത്ഭുതം. അവർ അവനിൽ വിശ്വസിച്ചു. സ്വപ്നമായി ജനിക്കാം. ബന്ധുമിത്രാദികളുമായ സ്നേഹമുള്ളവരെ, സഞ്ജിത്തിൻ്റെയും അഞ്ജനയുടെയും മാതാപിതാക്കളും ബന്ധുമിത്രാദികളുമായ പ്രിയപ്പെട്ടവരെ, അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ബൈജു ആൻഡ് ക്രിസ്റ്റീന, സഞ്ജിത്ത് ആൻഡ് അഞ്ജന. 3
20-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ ടെലിവിഷനിൽ ഏറ്റവും അധികം പ്രാവശ്യം മതപ്രസംഗം നടത്തിയിട്ടുള്ള ഫുൾട്ടൺ ജെ ഷീൻ 50 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു പുസ്തകത്തിൻ്റെ പേര് 3 to get married. ക്രിസ്ത്യനിക്കൽ ഒരു ഏതേൻ കുടുംബത്തിൽ ദൈവമാം കർത്താവ് അനുഗ്രഹം വർഷിക്കുന്ന സമയം, മാലാഖമാർ പാടുന്ന സമയം, അവരോട് ചേർന്നാണ് ഈ ഗായക സംഘം പാട്ട് പാടുന്നത്. മാലാഖമാർ പാടുന്ന പാട്ടിനോട് ചേർന്ന ഒരു പാട്ടാണ്. കാരണം എന്താ? സ്വർഗം തുറക്കപ്പെടാൻ പോകുന്നതാണ്. എന്തുകൊണ്ടാണ്? ദൈവമാം പിതാവ് ഏതേൻ കുടുംബത്തിന്റെ നാഥൻ നിങ്ങളുടെ ജീവിതത്തിലെ കൈപിടിച്ചുകൊണ്ട് ഒരു കൈയിൽ ആദത്തെ ഒരു കൈയിൽ കവയെ കൊണ്ട് വെയിലാറിയപ്പോൾ നടക്കാനിറങ്ങിയ ഏറ്റവും അധികം മനുഷ്യർ ഈ ലോകത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്. അതിലേറ്റവും അധികം വ്യക്തികളെ പാടിയിട്ടുള്ള ഒരു പാട്ടിന് ഒരു വരിയുള്ളൂ, ഒറ്റ വരി. അത് ട്യൂൺ കൊടുത്ത നഴ്സറി ടീച്ചർ മരിച്ചുപോയി, ഒരാളോട് പോലും ആർക്കും പറഞ്ഞുകൂടാ. പക്ഷേ ലോകത്തിന് ആ വരി പാട്ടറിയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നവരൊക്കെ കേട്ടിട്ടുണ്ട് ആ വരി. ഊഹിച്ചോയ്ക്ക് ഏതാവോ? നാടിലാവോ? നിങ്ങളുടെ കർത്താവായ ദൈവമേ, ഭക്തന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം സമാധാനവും നിറയ്ക്കുകയും നിങ്ങളുടെ നമുക്കെല്ലാവർക്കും ഭക്തിവൃക്ഷത്തോടുകൂടി മൗനമായി പ്രാർത്ഥിക്കുക. ആദി പുരുഷൻ ഭർത്താവായി സ്വീകരിക്കുന്നു. സഞ്ജിത്ത് നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അഞ്ജനയുടെ ഭാര്യയായി സ്വീകരിക്കുന്നു. അഞ്ജന മിശിഹായുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സഞ്ജിത്തിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. അബ്രാഹത്തിന്റെ യിസ്ഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവങ്ങളോടുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവേ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, സ്നേഹത്തിനും ഐക്യത്തിനും പുത്രന്മാരെ വെട്ടിക്കുന്ന ഈ താരിക ദയാപൂർവ്വമായി സ്വീകരിക്കണമേ. ഭാഗ്യത്തിൻ്റെ പ്രത്യേകമായ താരികാലയമായ സ്നേഹത്തിൽ പൂർണ്ണമായും വിശ്വസ്തയിലും ഇവിടെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളോട് ശ്രമിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന പരിശുദ്ധ നൽകട്ടെ. ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വിശ്വസ്തരായി ഇവർ പരസ്പരം അണിയിക്കാൻ പോകുന്ന ഈ മോതിരങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മന്ത്രകോടി വെഞ്ചരിപ്പ് പ്രഭാവനത്തിൻ്റെ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാര്യമാണ് കർത്താവ്. ഈ മന്ത്രകോടികളെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴങ്ങിയിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ മാവാട്ടിയായ ധരിപ്പിച്ച കർത്താവ് ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണി കാട്ടി വരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പുതിയ കുടുംബത്തിൻ
സന്തോഷത്തിലും സന്താപത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുസഭയുടെ ശിരസായ എപ്പോഴും ഒരു മണ്ണാവുന്നതായിരിക്കട്ടെ. ജീവിതത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും എവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ ശുദ്ധിയും അവിടെ നിങ്ങളിൽ കഴിയട്ടെ. ദൈവം നിങ്ങൾ നൽകുന്ന സന്തോഷങ്ങൾ സ്വീകരിക്കുന്നതിനും അവർ നിശ്ചിത മാർഗത്തോടെ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് തുതയും ആരാധനയും സമർപ്പിക്കാൻ അവിടെ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുവനന്തപുരങ്ങളിൽ പങ്കെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവിലേക്ക് ഞങ്ങൾ വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും പ്രകാരം തന്നെ താമസിക്കുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത്
അനേകർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരായപ്പോൾ നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ മായദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങയുടെ സംരക്ഷണ അപാരത്തെയും സഭയും ദൈവമേ അപേക്ഷമായ പരിപാലനത്തിൽ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ